ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു ജ്യൂസാണ് ഞാനിവിടെ നിന്ന് അടിച്ചു കൊണ്ടുവന്നത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല രുചി, നല്ല കളറും നല്ല രുചിയോട് കൂട്ടിയൊരു ജ്യൂസാണ് ഇവിടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെയിലായതുകൊണ്ടാണ് ഞാൻ ഈ ജ്യൂസിൻ്റെ ആ ഒരു റെസിപ്പി ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മധുരക്കിഴങ്ങാണ് എടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മധുരക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി കഴിക്കും, അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷേ ജ്യൂസ് വെച്ച് കഴിക്കലില്ല സാധാരണ. അപ്പോൾ നമുക്കൊന്ന് ജ്യൂസ് ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ ആകെ 2 പീസേ ഞാൻ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഒരു 4 ഗ്ലാസ്സൊക്കെ മതിയെങ്കിൽ ഒറ്റ പീസ് എടുത്താൽ മതിയിട്ട്, വളരെ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിതൊന്ന് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു ആവീൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതേ ഉള്ളൂ. ഒന്ന് ആവിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. മണ്ണൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ആവിക്ക് വെച്ചതിന് ശേഷം പിന്നെ കഴുകുമല്ലോ, അതുകൊണ്ട് ആദ്യം തന്നെ കഴുകിയിട്ടൊന്ന് ഇതിലേപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കി നോക്കാം. ചിലപ്പം വെന്തിട്ടുണ്ടാവില്ല. വെന്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടി കുറച്ച് നേരം കൂടി ഇതിലേക്ക് ആവിക്ക് വെക്കണം. അപ്പോൾ അതൊരു 15-20 മിനിറ്റ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു യെല്ലോ കളറായിട്ട് കിട്ടും. നല്ല യെല്ലോ കളറായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ തോലൊക്കെ പോക്കണം. അതിനാദ്യം നമുക്കതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം, തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. ഇത് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചിയ സീഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ചിയ സീഡ്. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. ഇനി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇത് കുതിർന്ന് വരുമ്പോൾ നല്ലോണം അങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറാണ് ഇവിടെയൊക്കെ എടുത്തത്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് പിസ്തയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദം ആണ് ഇട്ട് കൊടുത്തത്. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് നേരിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ക്രഷ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ചെറുതായിട്ടൊന്ന്, വല്ലാണ്ട് പൗഡർ രൂപത്തിലാവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മധുരക്കിഴങ്ങൊക്കെ ഇതിലേക്ക് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. തീരെ വേവാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പെട്ടെന്ന് തന്നെ തൊലി ഇതുപോലെ കിട്ടും. ഇനി ഇതൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കൈ വെച്ചൊന്ന് ഉടച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നല്ലോണം പൊട്ടി വരും. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്ത ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇത് കഴിക്കാനും പറ്റും. മധുരക്കിഴങ്ങാണെന്ന് ആർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ ജ്യൂസ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് തീരെ ഇഷ്ടമുണ്ടാവാത്തൊരു കാര്യമാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടായിക്കോളും. ഇനി അങ്ങനെ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ആ ജ്യൂസിന് പകരമായിട്ട് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാലാണ് വേണ്ടത്. ഞാനിവിടെ നല്ല തണുപ്പിച്ച പാലാണ് ഇട്ട് എടുത്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്കിത് എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല വെന്ത മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടൊന്നും അടിക്കൊന്നും വേണ്ട.
നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസ് വേണമല്ലോ, വല്ലാണ്ട് കട്ടിയാണ്. എത്ര ലൂസ് വേണോ അത്രത്തോളം നമുക്ക് പാൽ ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമ്മൾ കുറച്ച് മധുരമാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് എന്ത് വേണേൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇടുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടോ തേനോ ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവിടെ ഞാൻ കൽക്കണ്ടാണ് ഇവിടെ എടുത്തത്. ഇനി അതൊന്ന് അടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ഇടണേ. അപ്പോൾ ഏലക്കേൻ്റെ ആ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി, ഇത്ര കട്ടി മതി. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കസ്കസും കൂടി, കസ്കസ് അല്ല ചിയാ സീഡും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ആണെങ്കിൽ കസ്കസ് ഇടാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഞാനത് പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മധുരക്കിഴങ്ങിൻ്റെ ജ്യൂസ്. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് മധുരക്കിഴങ്ങ് വലിയ ഇഷ്ടമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇടാൻ കാരണം. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ ജ്യൂസ് അടിച്ച ആ മധുരക്കിഴങ്ങിൻ്റെ അതേ ടേസ്റ്റേ അല്ല കേട്ടോ. അത്രയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അതുപോലെ ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളറാണ്, നല്ലൊരു യെല്ലോ കളറാണ്. നമുക്ക് വീഡിയോയിൽ കളറ് കാണാത്തതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറായിട്ട് തോന്നുന്നത്. നല്ലൊരു യെല്ലോ കളറായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉള്ള സമയത്ത് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ വയറ് നല്ലോണം നിറയും, ദാഹവും മാറും. എല്ലാത്തിനും ഉപരിയായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുവരേക്കും ബൈ.